അക്രമരഹിത സമരത്തിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച മഹാത്മാവിനും അതേ വിധിയുണ്ടായി. വിദേശ അടിമത്തത്തിൽ നിന്ന് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധി ഒരു തീവ്ര ഹിന്ദുവാദിയുടെ വെടിയേറ്റ് മരിച്ചു. 1948 ജനുവരി 30 വൈകുന്നേരം 5 ഡൽഹിയിലെ ബിർള ഹൌസിൽ സർവമത പ്രാർത്ഥനയ്ക്കായി നടന്നു നീങ്ങുകയായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വന്ധ്യവയോധികൻ. 78 വയസ്സിലെത്തിയ ആ ശോഷിച്ച ശരീരത്തിൽ നിറഞ്ഞു നിന്നത് ഇന്ത്യയുടെ ആത്മാവാണ്. നാത്തൂറാം വിനായക് ഗോഡ്സെയുടെ തോക്കിൽ നിന്നുതിർന്ന 3 വെടിയുണ്ടകൾ ആ വിലപ്പെട്ട പ്രാണൻ കവർന്നെടുത്തു. ഇന്ത്യ സ്തംഭിച്ചു നിന്നു. ലോകം നടുങ്ങി. നമുക്കിടയിൽ ജ്വലിച്ചു നിന്ന പ്രകാശം അണഞ്ഞുപോയതായി ജവഹർലാൽ നെഹ്റു വിലപിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മഹാത്മാഗാന്ധിക്ക് സമ്മാനിച്ചത് കടുത്ത വേദനകളായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപങ്ങളും കൂട്ടക്കൊലകളും അദ്ദേഹത്തെ ആകെ തളർത്തി. എങ്കിലും സമാധാനവും മതമൈത്രിയും നിലനിർത്തുന്നതിനു വേണ്ടി ആവും വിധം ശ്രമിച്ചു. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത്. അവിടത്തെ ബിർള ഹൌസിലായിരുന്നു താമസം. പ്രമുഖ വ്യവസായികളായ ബിർള കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഡൽഹി നഗരഹൃദയത്തിലുള്ള ബിർള ഹൌസ്. ഗാന്ധിജി ജീവിതത്തിന്റെ അവസാനത്തെ 144 ദിവസം ചെലവഴിച്ചത് ഇവിടെയാണ്. വിശാലമായ കോമ്പൗണ്ടിലെ കെട്ടിടത്തിന് പുറകിലുള്ള പുൽത്തകിടിയിൽ ദിവസവും വൈകുന്നേരം 5 ഗാന്ധിജി സർവമത പ്രാർത്ഥനാ സമ്മേളനം നടത്തിയിരുന്നു. മഹാത്മാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി 100 കണക്കിന് ആളുകൾ പ്രാർത്ഥനാ സമ്മേളനത്തിനെത്തും. 1948 ജനുവരി 30 ഭഗവത്ഗീത പാരായണം ശ്രവിച്ചുകൊണ്ടാണ് ഗാന്ധിജി ദിവസം ആരംഭിച്ചത്. ഹരിജൻ മാസികയിൽ കൊടുക്കാൻ വേണ്ടി എഴുതിക്കൊണ്ടിരുന്ന ലേഖനത്തിൽ അദ്ദേഹം ചില മിനുക്കുപണികൾ നടത്തി. 8 മണിയോടെ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞു വന്ന് തൂക്കം നോക്കി. 49.7 കിലോഗ്രാം. തുടർന്ന് ഭക്ഷണത്തിനിടെ സഹായി പ്യാരേലാലുമായി നവഖാലി കലാപത്തെപ്പറ്റി സംസാരിച്ചു. പിന്നെ വിശ്രമം. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ അന്ന് ഗാന്ധിജിയെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. പട്ടേലുമായുള്ള സംസാരം നീണ്ടുപോയി. അതിനാൽ പ്രാർത്ഥനാ സമ്മേളനത്തിന് പോകാൻ 10 മിനിറ്റ് വൈകി. ഗാന്ധിജിയുടെ ഒരു ബന്ധുവായ മനൂബെൻ ഗാന്ധി, ഗാന്ധിജി ദത്തെടുത്ത ആഭ ചാറ്റർജി എന്നീ പെൺകുട്ടികളാണ് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തെ സഹായിച്ചിരുന്നത്. ഗാന്ധിജിയുടെ ഊന്നുവടികളായിരുന്നു അവർ. പ്രാർത്ഥനാ സമ്മേളന വേദിയിലേക്ക് മനുവിന്റെയും ആഭയുടെയും തോളിൽ കൈയിട്ട് ഗാന്ധിജി തിടുക്കത്തിൽ നടന്നു. പെട്ടെന്ന് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ആളുകളെ തട്ടിമാറ്റിക്കൊണ്ട് ഒരാൾ ഗാന്ധിജിയുടെ മുന്നിലേക്ക് വന്ന് കൈകൂപ്പി. തങ്ങൾ 10 മിനിറ്റ് വൈകിയെന്ന് അയാളെ തടയാൻ ശ്രമിച്ചുകൊണ്ട് മനു പറഞ്ഞു. അയാൾ ശക്തിയോടെ മനുവിനെ തള്ളിമാറ്റി മനുവിന്റെ കയ്യിലുണ്ടായിരുന്ന ജപമാലയും നോട്ട്ബുക്കും ഗാന്ധിജിയുടെ കോളാമ്പിയും താഴെ വീണു. അയാൾ കൈത്തോക്കെടുത്ത് 3 പ്രാവശ്യം വെടിവെച്ചു. ഹേ റാം, ഹേ റാം എന്ന് മന്ത്രിച്ചുകൊണ്ട് ഗാന്ധിജി താഴെ വീണു. ആഭയും മനുവും അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ചു. മൂവരുടെയും വെള്ളവസ്ത്രങ്ങൾ ചോരയിൽ മുങ്ങി. 3-4 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. മനുവിന്റെ പക്കലുണ്ടായിരുന്ന വാച്ചിൽ അപ്പോൾ സമയം 5:17. കൂട്ട നിലവിളി ഉയർന്നു.
ഗാന്ധിജിയെ വസതിയിലേക്ക് എടുത്തുകൊണ്ടുപോയി. അവിടെ ഡോക്ടർമാരൊന്നും ഇല്ലായിരുന്നു. പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള ചില മരുന്നുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആശുപത്രിയിലേക്ക് ഫോൺ ചെയ്തെങ്കിലും ആരും എടുത്തില്ല. മനുവും ആഭയും മറ്റുള്ളവരും ഗാന്ധിജിക്ക് ചുറ്റുമിരുന്ന് ഭഗവത്ഗീത വായിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കേണൽ ഭാർഗവ എത്തി ഗാന്ധിജിയുടെ മരണം സ്ഥിരീകരിച്ചു. പ്രാർത്ഥനാ സമ്മേളനത്തിന് എത്തിയവർ ഒരക്രമി ഗാന്ധിജിയെ വെടിവെക്കുന്നത് കണ്ട് സ്തബ്ധരായിപ്പോയിരുന്നു. ഹെർബർട്ട് റീനർ എന്ന അമേരിക്കക്കാരനാണ് ഘാതകനെ പിടികൂടിയത്. 32കാരനായ റീനർ ഡൽഹിയിലെ അമേരിക്കൻ എംബസിയിൽ വൈസ് കോൺസലായി എത്തിയിട്ട് അധിക നാളായിരുന്നില്ല. റീനർ അക്രമിയുടെ തോളിൽ പിടിച്ച് കീഴ്പ്പെടുത്തിയപ്പോഴേക്കും പോലീസ് ഓടിയെത്തി. ആയുധധാരികളായ ഏതാനും പോലീസുകാർ കാവൽ ഉണ്ടായിരുന്നെങ്കിലും ഗാന്ധിജിയെപ്പോലൊരാൾ താമസിക്കുന്ന സ്ഥലത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ തീരെ അപര്യാപ്തമായിരുന്നെന്ന് റീനർക്ക് തോന്നി. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നുള്ള ഹിന്ദു മഹാസഭാ പ്രവർത്തകൻ നാഥുറാം വിനായക് ഗോഡ്സെ ആയിരുന്നു പിടികൂടപ്പെട്ട ഘാതകൻ. ഹിന്ദുത്വ ആശയ പ്രബോധകനായ വി ഡി സവർക്കറുടെ അനുയായികളിൽ ഒരാളായിരുന്നു ഗോഡ്സെ. ഹിന്ദു മഹാസഭയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഗോഡ്സെയുടെ ആഭിമുഖ്യത്തിൽ 1944 അഗ്രണി എന്നൊരു പത്രം തുടങ്ങിയിരുന്നു. ആശയപ്രചാരണം പലപ്പോഴും വിദ്വേഷ പ്രചാരണമായി മാറി. ബോംബെ പ്രസ് ആക്ട് അനുസരിച്ച് പത്രം നിരോധിക്കാൻ സർക്കാർ ഒരുങ്ങിയപ്പോൾ അതിന്റെ പേര് ഹിന്ദുരാഷ്ട്ര എന്നാക്കി മാറ്റി. ഗോഡ്സെയെ ചോദ്യം ചെയ്തപ്പോൾ ഗാന്ധിവധത്തിന്റെ ഗൂഢാലോചനകൾ നടന്നത് അന്നത്തെ ബോംബെ പ്രവിശ്യയിൽ വെച്ചാണെന്ന് വ്യക്തമായി. അതുകൊണ്ട് കേസിന്റെ അന്വേഷണ ചുമതല ബോംബെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന ജാംഷെഡ് ഡൊറാബ് നാഗർവാലയെ ഏൽപ്പിച്ചു. ഗാന്ധിജിയുടെ വധത്തിനിടയാക്കിയ സുരക്ഷാ വീഴ്ചകൾ അധികം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ കേസന്വേഷണവും കോടതി നടപടികളും കഴിയുന്നതും വേഗത്തിലാക്കാൻ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ നിർദ്ദേശിച്ചു. ഗോഡ്സെയ്ക്ക് പുറമെ നാരായൺ ആപ്തെ, വിഷ്ണു കാർക്കറെ, ദിഗംബർ ബാഡ്ജെ, മദൻലാൽ പഹ്വ, ശങ്കർ കിസ്തയ്യ, നാഥുറാമിന്റെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ, ദത്താത്രേയ പാർച്ചുറെ, വി ഡി സവർക്കർ എന്നിവർ അറസ്റ്റിലായി. ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകർ ആയിരുന്നു എല്ലാവരും. ആകെ 11 പ്രതികൾ ഉണ്ടായിരുന്നെങ്കിലും 3 പേർ പിടികിട്ടാപ്പുള്ളികളായിരുന്നു. ദിഗംബർ ബാഡ്ജെ കുറ്റം ഏറ്റുപറഞ്ഞ് മാപ്പുസാക്ഷിയായി. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഗാന്ധിജിയെ വധിച്ച ഗോഡ്സെ കഴിഞ്ഞാൽ കേസിലെ പ്രധാന പ്രതിയായി കോടതി കണ്ടെത്തിയ നാരായൺ ആപ്തെ ബ്രിട്ടീഷ് റോയൽ ഇന്ത്യൻ എയർഫോഴ്സിലെ റിക്രൂട്ടിംഗ് ഓഫീസർ ആയിരുന്നു. ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്ത ശേഷം ആപ്തെ അഹമ്മദ് നഗറിലെ ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കി. 1939 ഹിന്ദു മഹാസഭയിൽ ചേർന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടനെ സഹായിക്കാനായി എയർഫോഴ്സിൽ ജോലി നേടി. ഗോഡ്സെയുടെ പത്രത്തിന്റെ മാനേജരായി പ്രവർത്തിച്ചിരുന്നത് നാരായൺ ആപ്തെയാണ്. മദൻലാൽ പഹ്വ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തിരുന്നു. വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതനായി. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൽ ഹോട്ടൽ ജോലിക്കാരനായിരുന്നു വിഷ്ണു കർക്കറെ. മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ ഒരു കെയർ ഗിവർ ആയിരുന്നു ദത്താത്രേയ പാർച്ചുറെ.
പൂനെയിൽ കച്ചവടമായിരുന്നു ഗോപാൽ ഗോഡ്സെയുടെ ജോലി. ബിസിനസ്സുകാരനായ ദിഗംബർ ബാഡ്ജെ രഹസ്യമായി ആയുധങ്ങളും വിറ്റിരുന്നു. ബാഡ്ജെയുടെ ജോലിക്കാരനായിരുന്നു ശങ്കർ കിസ്തയ്യ. 65-കാരനായ വി ഡി സവർക്കർ ഹിന്ദുത്വ ആശയ പ്രബോധകനും ഹിന്ദു മഹാസഭയുടെ മുൻ പ്രസിഡന്റുമായിരുന്നു. ഗാന്ധിവധം വിചാരണ ചെയ്യാനുള്ള സ്പെഷ്യൽ കോടതി 1948 മെയ് 4 രൂപീകരിക്കപ്പെട്ടു. ആത്മചരൺ എന്ന ICS ഉദ്യോഗസ്ഥനായിരുന്നു സ്പെഷ്യൽ ജഡ്ജി. ഡൽഹിയിൽ ചുവപ്പുകോട്ടയുടെ മുകൾ നിലയിലുള്ള ഒരു ഹാൾ കോടതി മുറിയാക്കി. ചുവപ്പുകോട്ടയുടെ ഒരു ഭാഗം ജയിലാക്കി മാറ്റി പ്രതികളെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. ബോംബെയിൽ അഡ്വക്കേറ്റ് ജനറലായിരുന്ന ഡഫ്തരിയാണ് പ്രോസിക്യൂഷൻ നയിച്ചത്. പിന്നീട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ SC ഷായും പ്രോസിക്യൂഷൻ സംഘത്തിലുണ്ടായിരുന്നു. ഗോഡ്സെക്ക് വേണ്ടി VV ഓക്ക് എന്ന അഭിഭാഷകൻ ആദ്യം ഹാജരായെങ്കിലും ഗോഡ്സെ പിന്നീട് സ്വയം വാദിക്കുകയാണുണ്ടായത്. കോടതിയിൽ കുറ്റപത്രം വായിച്ചപ്പോൾ പ്രതികൾ അത് നിഷേധിച്ചു. പ്രോസിക്യൂഷൻ 149 സാക്ഷികളെ വിസ്തരിച്ചു. അന്ന് ബോംബെയിലെ ആഭ്യന്തരമന്ത്രിയും പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായ മൊറാർജി ദേശായിയും വിസ്തരിക്കപ്പെട്ട സാക്ഷികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വധം നടത്തിയത് താൻ തനിച്ചാണെന്നും മറ്റുള്ളവർക്ക് അതിൽ പങ്കില്ലെന്നും നാത്തുറാം ഗോഡ്സെ സത്യവാങ്മൂലം നൽകി. തങ്ങൾ സംഭവസ്ഥലത്തില്ലായിരുന്നുവെന്ന് മറ്റു ചില പ്രതികളും വാദിച്ചു. ദിഗംബർ ബാഡ്ജെയുടെ ജോലിക്കാരനായിരുന്ന ശങ്കർ കിസ്തയ്യ ഗാന്ധിജിയെ വധിക്കാൻ തോക്കും ബോംബുകളും ബാഡ്ജെയുടെ നിർദ്ദേശപ്രകാരം താനാണ് കൊണ്ടുപോയതെന്ന് ആദ്യം സമ്മതിച്ചെങ്കിലും പിന്നീട് മൊഴിമാറ്റി. എന്നാൽ ഗാന്ധിജിയെ വധിക്കാൻ പ്രതികൾക്കുണ്ടായിരുന്ന കാരണം സ്ഥാപിക്കാനും അവർ ഗൂഢാലോചന നടത്തി കൃത്യം നടത്തിയതാണെന്ന് തെളിയിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞു. ഹിന്ദുത്വ തീവ്രവാദം തലയിലേറ്റിയ നാത്തുറാം ഗോഡ്സെ ഹിന്ദു മുസ്ലിം മൈത്രിക്കു വേണ്ടി നിലകൊണ്ട ഗാന്ധിജിയെ കടുത്ത ശത്രുവായാണ് കണ്ടത്. 1944 മെയ്യിൽ മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലുള്ള പഞ്ചഗണിയിൽ വെച്ച് ഗാന്ധിജിയെ വധിക്കാൻ ഗോഡ്സെ ശ്രമിച്ചിരുന്നു. ഗോഡ്സെ ഉൾപ്പെടെ ചെറുപ്പക്കാരുടെ ഒരു സംഘം ഗാന്ധിജിയെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടം അവരെ തടഞ്ഞു. കേസ് എടുക്കരുതെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചതിനാൽ പോലീസ് നടപടികൾ ഒഴിവായി. 1944 സെപ്റ്റംബറിൽ സേവാഗ്രാമിൽ നിന്ന് മുംബൈയിലേക്ക് വരുന്ന വഴിക്കും ഗാന്ധിജിക്ക് നേരെ ആക്രമണമുണ്ടായി. കത്തിയുമായി ഗോഡ്സെ അറസ്റ്റിലായെങ്കിലും വൈകാതെ ജയിൽ മോചനം ലഭിച്ചു. സ്വാതന്ത്ര്യലബ്ധിയുടെ ഭാഗമായി രാജ്യം ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടത് ഹിന്ദുത്വ തീവ്രവാദികളെ രോഷാകുലരാക്കിയിരുന്നു. ഗാന്ധിജി വിചാരിച്ചിരുന്നെങ്കിൽ വിഭജനവും അതേ തുടർന്നുള്ള വലിയ രക്തച്ചൊരിച്ചിലും ഒഴിവാക്കാമായിരുന്നെന്ന് അവർ വിശ്വസിച്ചു. രാജ്യത്തിന്റെ സ്വത്ത് പങ്കിടുന്നതിന്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാന് 75 കോടി രൂപ നൽകണമെന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. ഇതിൽ 20 കോടി രൂപ മുൻകൂർ നൽകി. കശ്മീരിൽ പാകിസ്ഥാൻ കടന്നുകയറ്റം നടത്തിയതിനെ തുടർന്ന് ബാക്കിയുള്ള 55 കോടി രൂപ നൽകുന്നത് ഇന്ത്യ നീട്ടിവെച്ചു. ഈ തുക അവർക്ക് നൽകണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. എന്നാൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ആഭ്യന്തരമന്ത്രി വല്ലഭായ് പട്ടേലും അതിന് വിസമ്മതിച്ചു. പാകിസ്ഥാന് തുക നൽകാൻ ഇന്ത്യ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനു വേണ്ടി ഗാന്ധിജി 1948 ജനുവരി 13 നിരാഹാരം തുടങ്ങി. ഇതേ തുടർന്ന് പാകിസ്ഥാന് പണം കൊടുക്കാമെന്ന് നെഹ്റുവും പട്ടേലും സമ്മതിച്ചു. ഗാന്ധിജി നിരാഹാരം അവസാനിപ്പിച്ചു. ഗാന്ധിജി ഇപ്പോഴും പാകിസ്ഥാനോട് അനുഭാവം കാട്ടുകയാണെന്നും
ഇന്ത്യയുടെ വികാരം മുറിപ്പെടുത്തുകയാണെന്നും ഗോഡ്സെയും കൂട്ടരും വ്യാഖ്യാനിച്ചു. ഗാന്ധിജിയെ വകവരുത്താൻ അവർ തീരുമാനിച്ചു. ഗോഡ്സെയും ആപ്തെയും ഒരു ഇറ്റാലിയൻ നിർമ്മിത ബെരേറ്റ പിസ്റ്റൾ സംഘടിപ്പിച്ചു. പൂനെയിൽ നിന്ന് ട്രെയിൻ മാർഗം മുംബൈയിലെത്തിയ അവർ അവിടെ നിന്ന് വിമാനത്തിൽ ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ ഹിന്ദു മഹാസഭാ ഭവനിലായിരുന്നു ഇവരുടെയും മറ്റു ചില പ്രതികളുടെയും താമസം. ജനുവരി 20 ആദ്യ വധശ്രമം നടന്നു. ആപ്തെയും ബാഡ്ജയും കിസ്തയെയും മദൻലാൽ പഹ്വയും കർക്കറയും ഗാന്ധിജിയെ വധിക്കാൻ ബിർള ഹൌസിലേക്ക് പുറപ്പെട്ടു. ഗോഡ്സെയ്ക്ക് തലവേദന ആയിരുന്നതിനാൽ പോയില്ല. ഗാന്ധിജി പ്രാർത്ഥനായോഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മൈതാനത്തിലേക്ക് ഗ്രനേഡ് എറിഞ്ഞു. ജനങ്ങൾ പരിഭ്രാന്തരായി. ഗാന്ധിജി ഒറ്റയ്ക്കാകുമ്പോൾ രണ്ടാമത്തെ ഗ്രനേഡ് അദ്ദേഹത്തിന് നേരെ എറിയാനായിരുന്നു പദ്ധതി. എന്നാൽ ആശയക്കുഴപ്പം മൂലം അത് നടപ്പായില്ല. കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന മദൻലാൽ പഹ്വ അറസ്റ്റിലായി. മറ്റുള്ളവർ രക്ഷപ്പെട്ടു. ഈ സംഭവം അധികൃതർ വേണ്ട ഗൗരവത്തിലെടുത്തിരുന്നെങ്കിൽ 10 ദിവസത്തിന് ശേഷമുള്ള വധം ഒഴിവാക്കാമായിരുന്നു. കേസിന്റെ വിചാരണ 1948 ഡിസംബർ 30 പൂർത്തിയായി. 1949 ഫെബ്രുവരി 10 വിധി പ്രസ്താവിച്ചു. നാഥുറാം ഗോഡ്സെയെയും നാരായൺ ആപ്തെയെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. തെളിവില്ലാത്തതിനാൽ വി ഡി സവർക്കറെ വെറുതെ വിട്ടു. മറ്റു പ്രതികൾക്കെല്ലാം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ജനുവരി 20 വധശ്രമം നടന്നിട്ടും വേണ്ട അന്വേഷണം നടത്താതിരുന്ന ഡൽഹി പോലീസിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. ശിക്ഷിക്കപ്പെട്ടവർ സിംലയിലെ ഈസ്റ്റ് പഞ്ചാബ് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. കിസ്തയ്യ, പാർച്ചുറെ എന്നിവരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി. ബാക്കിയുള്ളവരുടെ ശിക്ഷ ശരിവച്ചു. ഇന്ത്യ അന്ന് റിപ്പബ്ലിക് ആയിട്ടില്ലാത്തതിനാൽ ശിക്ഷിക്കപ്പെട്ടവർ പ്രിവി കൌൺസിലിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ നൽകി. പ്രിവി കൌൺസിൽ അത് അനുവദിച്ചില്ല. ഗോഡ്സെയുടെയും ആപ്തെയുടെയും വധശിക്ഷ ഇളവ് ചെയ്യണമെന്ന് ഗാന്ധിജിയുടെ പുത്രന്മാരായ മണിലാൽ ഗാന്ധിയും രാംദാസ് ഗാന്ധിയും അഭ്യർത്ഥിച്ചെങ്കിലും ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി അത് നിരാകരിച്ചു. ഗോഡ്സെയെയും ആപ്തെയെയും 1949 നവംബർ 15 അംബാല ജയിലിൽ തൂക്കിക്കൊന്നു. മദൻലാൽ പഹ്വ, വിഷ്ണു കാർക്കറെ, ഗോപാൽ ഗോഡ്സെ എന്നിവർ 1964 ഒക്ടോബറിൽ ജയിൽ മോചിതരായി. ഇവർക്ക് പൂനെയിൽ സ്വീകരണം നൽകപ്പെട്ടു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകന്റെ പേരമകൻ ഡോക്ടർ GV കേത്കറാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഗാന്ധിജിയെ വധിക്കാനുള്ള പദ്ധതി ഗോഡ്സെ തന്നോട് പറഞ്ഞിരുന്നെന്നും താൻ അതിനെ എതിർത്തെന്നും കേത്കർ പറഞ്ഞു. ഇക്കാര്യം ബോംബെ മുഖ്യമന്ത്രിയെ അറിയിച്ചതാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇത് വലിയ വിവാദമായി. ഇക്കാര്യം അന്വേഷിക്കാൻ ഗോപാൽ സ്വരൂപ് പതക് MP-യുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. പതക് കേന്ദ്രമന്ത്രിയായപ്പോൾ സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് ജീവൻലാൽ കപൂറിനെ കമ്മീഷൻ ചെയർമാനാക്കി. ആദ്യ വധശ്രമത്തിന് ശേഷം വേണ്ട നടപടികൾ എടുക്കാതിരുന്ന ഡൽഹി പോലീസിനെ കമ്മീഷൻ കുറ്റപ്പെടുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന നാഗർവാലയ്ക്ക് പല സുപ്രധാന വിവരങ്ങളും കൈമാറിയിരുന്നില്ലെന്നും കമ്മീഷൻ കണ്ടെത്തി.
ഗാന്ധിവധത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് PK ഫഡ്നിസ് എന്നയാൾ 2016 ഒരു പൊതു താൽപര്യ ഹർജി നൽകി. ഗാന്ധിജിക്ക് 4 തവണ വെടിയേറ്റെന്നും മറ്റൊരു കൊലയാളി കൂടി ഉണ്ടെന്നുമായിരുന്നു ഹർജിയിലെ ആരോപണം. മൃതദേഹത്തിൽ വെടിയേറ്റ 3 പാടുകളെ ഉണ്ടായിരുന്നുള്ളൂവെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ഹർജി തള്ളി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അധികാരം നഷ്ടപ്പെട്ട ചില നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് ഗാന്ധിവധ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന വാദവുമായി പിന്നീട് ചിലർ രംഗത്തെത്തി. സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഏറ്റവും നഷ്ടം സംഭവിച്ച ഒരു വിഭാഗം നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളാണ്. അവർക്ക് രാജ്യവും അധികാരവും സമ്പത്തും നഷ്ടമായി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും അവർക്ക് ചില ആനുകൂല്യങ്ങൾ നൽകാമെന്ന് ബ്രിട്ടീഷുകാർ സമ്മതിച്ചതാണ്. കോൺഗ്രസ് അതിനെ ശക്തമായി എതിർത്തു. 1937 മുതൽ 1947 വരെയുള്ള കാലത്ത് നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്നവരുടെ രക്ഷാകർതൃത്വത്തിലാണ് ഇന്ത്യയിൽ തീവ്ര ഹിന്ദുദേശീയത വളർന്നത്. കോൺഗ്രസിന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ഇവരുടെ നിലപാട്. ഹിന്ദു സംസ്കാരത്തിന്റെ സംരക്ഷകരാണ് നാട്ടുരാജാക്കന്മാർ എന്ന സമീപനമായിരുന്നു ഹിന്ദു മഹാസഭയുടേത്. എന്നാൽ പാവങ്ങളായ പ്രജകളെ കുത്തിപ്പിഴഞ്ഞ് നികുതി പിരിക്കുന്നതിൽ മാത്രമാണ് നാട്ടുരാജാക്കന്മാരുടെ ശ്രദ്ധയെന്ന് ഗാന്ധിജി കുറ്റപ്പെടുത്തിയിരുന്നു. ഗാന്ധിജി വധിക്കപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്തിന്റെ അധിഷേധ്യ നേതാവായി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉയർന്നു. ശേഷിച്ച ഹൈദരാബാദ് പോലുള്ള നാട്ടുരാജ്യങ്ങളെ കൂടി ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ആഭ്യന്തരമന്ത്രി പട്ടേൽ വ്യാപൃതനായി. പക്ഷേ ഗാന്ധിജിയുടെ നഷ്ടം നികത്താൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം വൈകുന്നേരം ആകാശവാണിയിലൂടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നെഹ്റു പറഞ്ഞു, സഹചരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ വെളിച്ചം അണഞ്ഞുപോയിരിക്കുന്നു. എങ്കിലും അനശ്വരമായ ആ പ്രകാശം ഇനിയൊരു 1000 വർഷത്തേക്ക് നമ്മുടെ ഉള്ളിൽ കെടാതെ നിൽക്കും. അനേകം ഹൃദയങ്ങൾക്ക് അത് സാന്ത്വനമേകുകയും ചെയ്യും. നെഹ്റു ചൂണ്ടിക്കാട്ടിയതുപോലെ മഹാത്മാഗാന്ധി എന്ന മാർഗദീപം എക്കാലവും ഇന്ത്യക്ക് നേർവഴി കാട്ടാനുണ്ടാവും.